പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് റോണ്ട റൗസി എന്ന് പറയുന്ന മുൻ WWE ചാമ്പ്യനെ സംബന്ധിച്ചാണ്. WWE വരുന്നതിന് മുൻപ് റോണ്ട റൗസിയുടെ ഒരു ചരിത്രം UFC ഫൈറ്റർ ആയിരുന്നു എന്നുള്ളതാണ്. അവിടെ ചാമ്പ്യൻ ആയി എന്നുള്ളത് മാത്രമല്ല, UFC ഹോൾ ഓഫ് ഫെയിമർ കൂടിയാകാൻ റോണ്ട റൗസിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. MMA റിംഗിലേക്ക് റോണ്ട റൗസിയുടെ ഒരു മത്സരത്തിന് കോടിക്കണക്കിന് ആരാധകർ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അവർക്ക് വലിയ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് ഇന്നലെ നെറ്റ്ഫ്ലിക്സ് പുറത്തേക്ക് വിട്ടത്. മെയ് 16 റോണ്ട റൗസി ഒരിക്കൽ കൂടി ഒരു MMA മത്സരത്തിന് വേണ്ടിയിട്ട് റിങ്ങിലേക്ക് ഇറങ്ങുന്നു എന്നുള്ളൊരു വാർത്തയാണ് നെറ്റ്ഫ്ലിക്സ് പുറത്തേക്ക് വിട്ടത്. അപ്പോൾ റോണ്ട റൗസി പൂർണ്ണമായി MMA കരിയറിലേക്ക് തിരികെ വരുന്നു എന്നുള്ളൊരു ന്യൂസ് ഒന്നും പുറത്തേക്ക് വന്നിട്ടില്ല. പക്ഷേ മെയ് 16 ആ താരം ഒരു MMA ഫൈറ്റ് കളിക്കുമെന്നുള്ളത് ഉറപ്പായിട്ടുണ്ട്. പ്രശസ്തമായ മറ്റൊരു ഫൈറ്റർ തന്നെയാണ് റോണ്ട റൗസിയുടെ എതിരാളിയായിട്ട് വരുന്നത് എന്നുള്ളതും സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി ചില ആരാധകർക്കെങ്കിലും ഒരു സംശയമുള്ളത് WWE ഒരു റിട്ടേൺ റോണ്ട റൗസിയുടെ ഭാഗത്ത് നിന്ന് ഇനി പ്രതീക്ഷിക്കാവുമോ എന്നുള്ളതാണ്. എന്തായാലും അത്തരത്തിലുള്ള ഒരു പ്രതീക്ഷ വേണ്ട എന്നാണ് ഞാൻ പറയുകയുള്ളൂ. കാരണം WWE കോൺട്രാക്റ്റ് അവസാനിപ്പിച്ചതിന് ശേഷം റോണ്ട റൗസി WWE സംബന്ധിച്ച് ഇൻ്റർവ്യൂകളിൽ പറഞ്ഞ വാചകങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരിക്കലും താരത്തെ കമ്പനി ഇവിടേക്ക് തിരികെ കൊണ്ടുവരില്ല എന്നുള്ളത് ഉറപ്പാണ്. അത്തരത്തിൽ മോശപ്പെട്ട അഭിപ്രായങ്ങൾ മാത്രമാണ് റോണ്ട റൗസി WWE സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആരാധകർ കാത്തിരിക്കുന്ന റോണ്ട റൗസിയുടെ ഒരു MMA ഫൈറ്റ് കൂടി മെയ് 16 കാണാൻ സാധിക്കും. രണ്ടാമത്തെ അപ്ഡേറ്റ് കഴിഞ്ഞ ആഴ്ചത്തെ TNA റെസ്ലിംഗിൻ്റെ റേറ്റിംഗ്സിനെ സംബന്ധിച്ചുള്ള വലിയ പോസിറ്റീവായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. AMC എന്ന് പറയുന്ന പുതിയ നെറ്റ്വർക്കിലേക്ക് മാറിയതിന് ശേഷം 5ാമത്തെ എപ്പിസോഡാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച TNA റെസ്ലിംഗ് എയർ ചെയ്തത്. ഇമ്പാക്റ്റ് എന്നാണ് അവരുടെ വീക്ക്ലി എപ്പിസോഡിൻ്റെ പേര്. അപ്പോൾ TNA റെസ്ലിംഗിൻ്റെ ഇമ്പാക്റ്റ് എന്ന വീക്ക്ലി എപ്പിസോഡ് ഈ പ്രീമിയർ ചെയ്യപ്പെട്ടതിന് ശേഷം ഓരോ ആഴ്ച കഴിയുന്തോറും അവരുടെ റേറ്റിംഗ്സ് വലിയ രീതിയിൽ കയറ്റി കൊണ്ടുവരുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സാധാരണ WWE ഷോസ് AEW ഷോസൊക്കെ ഏതെങ്കിലും ഒരു പുതിയ ചാനലിലേക്ക് കൂടുമാറുമ്പോൾ പ്രീമിയർ ചെയ്യപ്പെടുന്ന എപ്പിസോഡ്സ് കഴിഞ്ഞാൽ പിന്നീട് ഒരു സ്പെഷ്യൽ എപ്പിസോഡ് വരുന്നത് വരെ അവരുടെ റേറ്റിംഗ്സ് ഇങ്ങനെ കുറഞ്ഞ് വരുന്നതാണ് കാണാൻ സാധിക്കാറ്. പക്ഷേ TNA റെസ്ലിംഗ് അവരുടെ റേറ്റിംഗ്സ് പതിവിന് വിപരീതമായിട്ട് വലിയ രീതിയിൽ ഉയർത്തുന്നു. അവരുടെ ഷോ കാണാൻ ആളുകൾക്കുള്ള ഒരു പ്രതീക്ഷയും അവരുടെ ഒരു ഇൻട്രസ്റ്റും വർദ്ധിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏറ്റവും അവസാനമായി കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ഇമ്പാക്റ്റ് എന്ന വീക്ക്ലി എപ്പിസോഡിന് 2.5 ലക്ഷത്തോളം ഒരു വ്യൂവേഴ്സ് ലഭിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രീമിയർ ചെയ്യപ്പെട്ട ഒരു ആദ്യത്തെ എപ്പിസോഡിന് 2 ലക്ഷത്തിൻ്റെ അടുത്തേക്ക് മാത്രമേ വ്യൂവേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഓരോ ആഴ്ച കഴിയുന്നതോറും കൃത്യമായിട്ട് അതിൻ്റെ ഒരു വർധനവ് കാണിക്കുന്നുണ്ടെങ്കിൽ TNA റെസ്ലിംഗ് പഴയ പ്രതാപത്തിലേക്ക് തിരികെ വരുന്നു എന്നുള്ളൊരു അർത്ഥം കൂടിയുണ്ട്. എന്തായാലും WWE എന്ന് പറയുന്ന കമ്പനിയുമായിട്ടുണ്ടാക്കിയ പാർട്ണർഷിപ്പ് TNA റെസ്ലിംഗിനെ വലിയ രീതിയിൽ സഹായം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അവരുടെ ടിക്കറ്റ് സെയിൽസിലും റേറ്റിംഗ്സിലും പ്രതിഫലിക്കുന്ന ഈ ഒരു മാറ്റത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 2018 ശേഷം TNA റെസ്ലിംഗിന് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു വ്യൂവർഷിപ്പാണ് ഈ വെള്ളിയാഴ്ച കഴിഞ്ഞ ഇമ്പാക്റ്റ് എന്ന വീക്ക്ലി എപ്പിസോഡിന് ലഭിച്ച 2.5 ലക്ഷം റേറ്റിംഗ്സ് എന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. മൂന്നാമത്തെ അപ്ഡേറ്റ് WWE യൂറോപ്പ് ടൂറിൻ്റെ ഭാഗമായിട്ട് മെയ് മാസത്തിലേക്ക് പുതിയൊരു പ്രീമിയം ലൈവ് ഇവൻറ്റ് കൺഫേം ചെയ്തിട്ടുണ്ട്. ഇറ്റലി എന്ന് പറയുന്ന രാജ്യത്ത് വെച്ച് WWE ആദ്യമായിട്ടൊരു പ്രീമിയം ലൈവ് ഇവൻറ്റ് നടത്താൻ പോകുകയാണ്. ക്ലാഷ് ഇൻ ഇറ്റലി എന്ന പേര് കൊടുത്തിട്ടുള്ള ഈ ഒരു ഇവൻറ്റ് യൂറോപ്പ് ടൂറിൻ്റെ ഭാഗമായി കുറച്ച് സ്മാക്ഡൗൺ എപ്പിസോഡും റോ എപ്പിസോഡും ഒക്കെ നടക്കുന്നതിൻ്റെ ഇടയിലാണ് ഇറ്റലിയിലേക്കുള്ള ഒരു പ്രീമിയം ലൈവ് ഇവൻറ്റായിട്ട് കൺഫേം ചെയ്തിട്ടുള്ളത്. എന്തായാലും യൂറോപ്പ് ടൂറിൽ നമുക്ക് നല്ല സ്റ്റോറി മത്സരങ്ങളും കാണാൻ സാധിക്കാറുണ്ട്. അപ്പോൾ മെയ് ജൂൺ മാസങ്ങളിൽ നമുക്ക് നല്ല കിടിലൻ സ്റ്റോറികൾ WWE ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാം. നാലാമത്തെ അപ്ഡേറ്റ് ജേഡ പാർക്കർ എന്ന NXT റെസ്ലറിന് ഇഞ്ചുറി പറ്റിയിരിക്കുന്നു. ഇന്നത്തെ NXT വീക്ക്ലി എപ്പിസോഡിലൂടെ റോബർട്ട് സ്റ്റോൺ എന്ന NXT ജനറൽ മാനേജർ ഈ ഒരു വാർത്ത സ്ഥിരീകരിച്ചിട്ടുണ്ട്. പിന്നീട് മറ്റ് വെബ്സൈറ്റുകളും ഈ ഒരു വാർത്ത സ്ഥിരീകരിക്കുകയുണ്ടായി. ഇത് സ്റ്റോറി ലൈൻ അനുസരിച്ചുള്ള ഇഞ്ചുറി അല്ല, കഴുത്തിനാണ് ഇഞ്ചുറി പറ്റിയത് എന്നുള്ളതും ഇത് റിയൽ ആയിട്ടുള്ള ഇഞ്ചുറി ആണെന്ന് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നുണ്ട്. നിലവിൽ ബ്ലേക്ക് മൺട്രോ എന്ന റെസ്ലറിനെതിരെയായിരുന്നു ജേഡ പാർക്കറിൻ്റെ NXTയിലെ സ്റ്റോറി. ഈ NXTയിലേക്ക് തന്നെ കുറച്ചധികം നാളുകൾക്ക് ശേഷം ജനുവരി മാസത്തിലാണ് പാർക്കർ തിരികെ വന്നത്. കൃത്യം ഒരു മാസം കഴിയുന്ന സമയത്ത് തന്നെ അടുത്ത ഇഞ്ചുറിയും പറ്റി ജേഡ പാർക്കറിന് മാറി നിൽക്കേണ്ട ഒരു സിറ്റുവേഷനാണ് ഉണ്ടായിട്ടുള്ളത്. NXTയിലെ വുമൻസ് ഡിവിഷനിലെ പ്രൊമിനൻ്റ് ആയിട്ട് അവർ ബിൽഡ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന താരമാണ്. പക്ഷേ കുറച്ചധികം മാസങ്ങളായിട്ട് ഇപ്പോൾ ഇഞ്ചുറിയുടെ ഒരു വലയത്തിലാണ് താരം പെട്ടിരിക്കുന്നത്. ഇഞ്ചുറിയൊക്കെ മുക്തമായി പെട്ടെന്ന് തിരികെ വരട്ടെ എന്നുള്ള രീതിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം.
അഞ്ചാമത്തെ അപ്ഡേറ്റ് നമ്മൾ എല്ലാവരും ആവേശത്തോടു കൂടി കാത്തിരിക്കുന്ന ക്രിസ്റ്റ്യാനോയുടെ റിട്ടേണിനോട് അനുബന്ധിച്ചുള്ള അത്ര പോസിറ്റീവായിട്ടുള്ള ഒരു അപ്ഡേറ്റ് അല്ല, എന്നാലും കൂടി പങ്കുവെക്കുകയാണ്. നിലവിൽ ഫൈറ്റ്ഫുൾ സെലക്ട് റിപ്പോർട്ട് ചെയ്യുന്നത് അനുസരിച്ചാണെങ്കിൽ ക്രിസ്റ്റ്യാനോയുടെ AEWയുമായിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് ഇപ്പോഴും അവസാനിച്ചിട്ടില്ല എന്നുള്ളത് ഫൈറ്റ്ഫുൾ സെലക്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടക്കുന്ന ഒരു വാർത്ത, AEW റോസ്റ്റർ പേജിൽ ഇപ്പോഴും ക്രിസ്റ്റ്യാനോയുടെ ഫോട്ടോയും ഡീറ്റെയിൽസും അവർ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. സാധാരണ ഏതെങ്കിലും ഒരു കമ്പനിയുടെ കോൺട്രാക്റ്റ് അവസാനിച്ച റെസ്ലർ ആണെങ്കിൽ അവരുടെ റോസ്റ്റർ പേജിൽ നിന്ന് ആ റെസ്ലറിനെ എടുത്ത് മാറ്റാറുണ്ട്. അതിപ്പോൾ WWE ആണെങ്കിലും TNA റെസ്ലിംഗ് ആണെങ്കിലും AEW ആണെങ്കിലും ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിംഗ് ആണെങ്കിലും അവരുടെ റോസ്റ്റർ പേജിൽ നിന്ന് ആ റെസ്ലറിനെ എപ്പോഴും എടുത്ത് മാറ്റാറുണ്ട്. അത് പെട്ടെന്ന് തന്നെ അവർ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ക്രിസ്റ്റ്യാനോയുടെ കാര്യത്തിൽ ക്രിസ്റ്റ്യാനോയുടെ കോൺട്രാക്റ്റ് അവസാനിക്കുന്ന ഒരു കാലമൊക്കെ കഴിഞ്ഞതിന് ശേഷം ക്രിസ്റ്റ്യാനോ AEW റോസ്റ്റർ പേജിൽ ഉള്ളത്. ക്രിസ്റ്റ്യാനോയുടെ ഇപ്പോഴത്തെ കോൺട്രാക്റ്റ് സിറ്റുവേഷൻ എന്ത് എന്നുള്ള രീതിയിലൊരു ചർച്ച സോഷ്യൽ മീഡിയയിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിലവിൽ നമുക്ക് കിട്ടുന്ന ഒരു അപ്ഡേറ്റ് അനുസരിച്ച് ഫൈറ്റ്ഫുൾ സെലക്ട് റിപ്പോർട്ട് ചെയ്തത് അനുസരിച്ചാണെങ്കിൽ ക്രിസ്റ്റ്യാനോ 2025 കഴിഞ്ഞ വർഷം കുറച്ചധികം നാളുകൾ മാറി നിന്നിട്ടുണ്ടായിരുന്നു. ആ മാറി നിന്ന സമയം ക്രിസ്റ്റ്യാനോയുടെ കോൺട്രാക്റ്റ് കഴിഞ്ഞപ്പോൾ ടോണി ഖാൻ ആഡ് ചെയ്തു. ഇനി ആ ഒരു സമയം കഴിഞ്ഞാൽ മാത്രമേ ക്രിസ്റ്റ്യാനോയ്ക്ക് മറ്റൊരു റെസ്ലിംഗ് കമ്പനിയുമായിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് സൈൻ ചെയ്യാൻ സാധിക്കൂ എന്നുള്ളത് നിലവിൽ ഫൈറ്റ്ഫുൾ സെലക്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫൈറ്റ്ഫുൾ സെലക്റ്റിന് കിട്ടുന്ന സോഴ്സിൽ നിന്ന് ഇങ്ങനെയാണ് കാര്യങ്ങളുടെ ഒരു കിടപ്പ് എന്നാണ് അവർ റിപ്പോർട്ട് ചെയ്തത്. കൂടാതെ ക്രിസ്റ്റ്യാനോയ്ക്ക് മറ്റൊരു സംശയം കൂടി ഇപ്പോൾ ഉള്ളത്, WWEയുമായിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് സൈൻ ചെയ്താൽ അദ്ദേഹം ചില മ്യൂസിക് ഷോകളൊക്കെ ഏറ്റെടുക്കാറുണ്ട്. അതൊക്കെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളൊരു ചെറിയൊരു പേടിയും ക്രിസ്റ്റ്യാനോയ്ക്ക് ഉള്ളതായിട്ട് ഒരു സോഴ്സിൽ നിന്ന് അറിയാൻ സാധിച്ചു എന്നുള്ളത് ഫൈറ്റ്ഫുൾ സെലക്ട് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. അപ്പോൾ ക്രിസ്റ്റ്യാനോ WWEയുമായിട്ടുള്ള കോൺട്രാക്റ്റ് സൈൻ ചെയ്യുന്ന വക്കീലാണ് എന്നുള്ള വാർത്തകളൊക്കെ ഏകദേശം ഉറപ്പായിരുന്നു. പക്ഷേ AEWയുമായിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് കൃത്യമായിട്ട് അവസാനിക്കാത്തത് കൊണ്ട് തന്നെ താരം ഇപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളൊരു സംശയത്തിൻ്റെ നിലയിലാണ് നിൽക്കുന്നത് എന്നാണ് ഫൈറ്റ്ഫുൾ സെലക്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കാത്തിരിക്കുന്ന ക്രിസ്റ്റ്യാനോയുടെ പല റിട്ടേൺസിൻ്റെ ഒരു സൂചനയും ഇനി നടക്കാൻ സാധ്യത ഇല്ല എന്നുള്ള ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഫൈറ്റ്ഫുൾ സെലക്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ കഴിഞ്ഞ റോ എപ്പിസോഡിൽ തന്നെ ആ ഒരു ബിഗ് ബോക്സ് അത് കൊണ്ടുവന്നപ്പോൾ അതിന് പിറകിൽ ക്രിസ്റ്റ്യാനോയുടെ റിട്ടേൺ ആണെന്ന് പലരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു, പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിലേക്കല്ല കാര്യങ്ങളുടെ പോക്ക് എന്നുള്ള ഒരു അപ്ഡേറ്റാണ് ഫൈറ്റ്ഫുൾ സെലക്ട് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കണ്ടു തന്നെ അറിയാം എന്താണ് ക്രിസ്റ്റ്യാനോയുടെ ഭാവി എന്നുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഏറ്റവും അവസാനത്തെ ഒരു അപ്ഡേറ്റ് സാക്ഷാൽ ഡ്വെയ്ൻ ദ റോക്ക് ജോൺസനെ സംബന്ധിച്ചാണ്. ഹോളിവുഡിലെയും WWEയിലെയും എക്കാലത്തെയും മികച്ച താരങ്ങളിൽ ഒരാളായ ദ റോക്കിൻ്റെ റെസ്ലിംഗ് റിംഗിലേക്കുള്ള റിട്ടേണിന് വേണ്ടി കോടിക്കണക്കിന് ആരാധകർ കാത്തിരിക്കുന്നുണ്ട്. അവർക്കൊരു വലിയ പോസിറ്റീവായിട്ടുള്ളൊരു വാർത്തയാണ് നമുക്ക് പങ്കുവെക്കാനുള്ളത്. എന്താണെന്ന് വെച്ചാൽ ദ റോക്ക് തന്നെ ഒരു റിട്ടേണിൻ്റെ സൂചനകൾ നൽകുന്ന ഒരു അപ്ഡേറ്റ് പങ്കുവെക്കുകയുണ്ടായി. റെസ്ലിമേനിയ 42 ദ റോക്കിനെ നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളൊരു സൂചന നൽകുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിലൂടെ ദ റോക്ക് പങ്കുവെക്കുന്ന അപ്ഡേറ്റ് അനുസരിച്ചാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഷൂട്ട് ജുമാൻജി എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടായിരുന്നു. ആ ഷൂട്ടിംഗ് ഒക്കെ കംപ്ലീറ്റ് ആയി, ആ ഷൂട്ടിംഗ് ഒക്കെ പാക്കപ്പ് ആയി എന്നുള്ളത് ഇന്നലെ സോഷ്യൽ മീഡിയയിലൂടെ ദ റോക്ക് തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്തത് എന്ത് എന്നുള്ളതാണ് റോക്കിൻ്റെ ആരാധകർ ഉറ്റുനോക്കുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന മറ്റു റൂമേഴ്സ് അനുസരിച്ച് റെസ്ലിമേനിയ 42 ഈ ഒരു സമയം, അതായത് മാർച്ച് ഏപ്രിൽ സമയത്തൊന്നും ദ റോക്കിന് മറ്റ് സിനിമയുടെ ഷൂട്ട് ഒന്നും ഇല്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. മറ്റ് പ്രോഗ്രാമുകളോ വ്യക്തിപരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മറ്റ് ബിസിനസ് പരമായിട്ടുള്ള യാതൊരുവിധ ഡീലിങ്സോ ഇല്ല എന്നുള്ളതും അറിയാൻ സാധിക്കുന്നു. അങ്ങനെയാണെങ്കിൽ റെസ്ലിമേനിയ 42 ദ റോക്കിൻ്റെ ഒരു അപ്പിയറൻസ് അല്ലെങ്കിൽ അതിനു മുൻപ് തന്നെ ഒരു അപ്പിയറൻസ് നടക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതിലേക്ക് കാര്യങ്ങൾ പോയാലോ എന്നുള്ള ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ ചർച്ചകൾ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ റെസ്ലിമേനിയ 42 ടിക്കറ്റ് സെയിൽസ് കഴിഞ്ഞ വർഷത്തെ റെസ്ലിമേനിയയെ അപേക്ഷിച്ച് കമ്പയർ ചെയ്യുമ്പോൾ വലിയൊരു വർധനവ് എന്ന് പോയിട്ട് റെസ്ലിമേനിയ 41 അടുത്തേക്ക് പോലും എത്തിയിട്ടില്ല. അപ്പോൾ ദ റോക്കിൻ്റെ ഒരു അപ്പിയറൻസ് ഒക്കെ അനൗൺസ് ചെയ്ത് ദ റോക്കിനെ ഉപയോഗിച്ചുകൊണ്ട് ചില മൂവ്മെൻ്റ് ഒക്കെ നടത്തി ടിക്കറ്റ് സെയിൽസ് അവർ വലിയ രീതിയിൽ വർദ്ധിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ ദ റോക്കിൻ്റെ ഒരു റിട്ടേൺ നമുക്ക് പ്രതീക്ഷിക്കാം. അത്തരത്തിലുള്ളൊരു അപ്ഡേറ്റിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് കണ്ടറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത്. ദ റോക്കിൻ്റെ റിട്ടേൺ നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.